വർഷങ്ങളായിട്ട് ഞാൻ അജ്മാനിലാണല്ലോ. അജ്മാൻ വിട്ടൊരു കളിയില്ല. എന്താ കാര്യം എന്നറിയോ? യുഎയുടെ വടക്ക് ഭാഗത്ത് അറേബ്യൻ ഗൾഫിന്റെ തീരത്ത് ഷാർജ ഉമ്മുൽ ഖുവൈൻ എമിറേറ്റുകളെ ബന്ധിപ്പിക്കുന്ന നമ്മുടെ അജ്മാൻ. ലെറ്റ്സ് ചെക്ക് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് ഓഫ് അജ്മാൻ. യുഎയിലെ ഏറ്റവും ചെറിയ എമിറേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് അജ്മാൻ എന്ന് ഉത്തരം പറയാം. ആകെ വിസ്തീർണം 259 ചതുരശ്ര കിലോമീറ്റർ മാത്രമാണ്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്ന സമുദ്ര വ്യാപാരത്തിന്റെ ഒരു മേഖല കൂടിയാണ് ഈ എമിറേറ്റ് എന്ന് പറയുന്നത്. 16 കിലോമീറ്റർ വരെ നീണ്ടുകിടക്കുന്ന തീരപ്രദേശവും ഇവിടെ ഉണ്ട്. ദുബായ് പോലെ തന്നെ അജ്മാനിലെ ജനസംഖ്യയിലെ ഭൂരിഭാഗം പേരും പ്രവാസികളാണ്. തിരക്കേറിയ സൂക്കുകൾക്ക് പേരുകേട്ട ഈ എമിറേറ്റ് ജീവിക്കാനും ചിലവ് കുറഞ്ഞൊരിടാണ്. ഈ കാണുന്ന അജ്മാൻ മ്യൂസിയം എമിറേറ്റിന്റെ ചരിത്രവും സംസ്കാരവും ഒക്കെ പ്രദർശിപ്പിക്കുന്നുണ്ട്. 18-ാം നൂറ്റാണ്ടിലെ അൽ റാഷിദിയ കോട്ടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ മ്യൂസിയം സന്ദർശകർക്ക് പരമ്പരാഗത രീതികളൊക്കെ കാണിച്ചു തരും. ഇനി അത് മാത്രമല്ല, ബോട്ട് യാത്രക്കാർക്കും വാട്ടർ സ്പോർട്ട് പ്രേമികൾക്കും ഒക്കെ പ്രിയപ്പെട്ട ഒരു ഇടം കൂടിയാണ് ഈ എമിറേറ്റ്. അജ്മാൻ മറീന ബോട്ടുകളും യാച്ചുകളൊന്നും മാത്രമല്ല, സന്ദർശകർക്ക് ആസ്വദിക്കാനുള്ള ജലകായിക വിനോദങ്ങളും ഇവിടെയുണ്ട്. അജ്മാൻ കോർണിഷും ഈ എമിറേറ്റിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. സന്ദർശകർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഇടമായിരിക്കും അത്. മനോഹരമായി ലാൻഡ്സ്കേപ്പ് ചെയ്തിരിക്കുന്ന അജ്മാൻ കോർണിഷ് മനോഹര കാഴ്ചകളുടെ ഒരു ഇടം കൂടിയാണ്. വിനോദസഞ്ചാരികൾക്കും നിവാസികൾക്കും ഒക്കെ വിശ്രമിക്കാനും മറ്റുമുള്ള ഒരു സ്ഥലം കൂടിയാവുന്നു ഇത്. ചരിത്രപരമായിട്ട് എമിറേറ്റിന്റെ വ്യവസായങ്ങളിൽ മത്സ്യബന്ധനവും പേൾ ഡൈവിംഗും ഒക്കെ ഉൾപ്പെടുന്നുണ്ട്. അജ്മാനിലെ ജനങ്ങൾക്ക് ഉപജീവനത്തിന്റെ ആവശ്യ സ്രോതസ്സുകളായിരുന്നു ഇവയൊക്കെ. കടലുമായിട്ടുള്ള എമിറേറ്റിന്റെ വേരൂന്നിയ ബന്ധത്തെ ഇത് കാണിക്കുന്നുണ്ട്. 1775 മുതൽ അജ്മാൻ ഭരിക്കുന്നത് നുഐമി ഗോത്ര വിഭാഗമാണ്. എന്നിരുന്നാലും എമിറേറ്റ് ആദ്യ സ്വയംഭരണ രാഷ്ട്രമായി അംഗീകരിക്കുന്നത് 1820-ലാണ്. അപ്പൊ നിങ്ങൾക്കറിയാവുന്ന അജ്മാന്റെ ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് ഒന്ന് കമന്റ് ചെയ്യുക. നിങ്ങൾ അജ്മാനിലാണെങ്കിൽ ആ സ്ഥലം കൂടി ഒന്ന് കമന്റ് ചെയ്യുക.